പ്രാഗൽഭ്യത്തോടുകൂടി പങ്കാരായിരിക്കുന്ന ദൈവം ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ കരുതണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, തിരുവേശം ഞങ്ങൾക്കാർക്കും കുറ്റത്തിന് ശിക്ഷാപതിക്ക് കാരണമായിട്ടില്ലാതെ അനുഗ്രഹത്തിലൂടെ തന്നെ കാരണമാക്കി ദൈവം പ്രാർത്ഥിക്കും. അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന് മുഖത്തുമായിരിക്കണമേ. കൃപനാഥമായി ഞങ്ങളെ സഹായിക്കുന്ന നല്ല തിരുവനന്തപുരം ചിന്തകളെ കുറ്റമായി ഏൽപ്പിക്കുന്നു. സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാവുന്ന സർവ്വലോക സൃഷ്ടിതാവേ സർവത്തിന്റെ ബാധ എന്നുള്ള പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Come on,
ശൈതലരകദാരികൾ കടകാരി ബാര ചുടവലവരവ ശൈതലരകദേ ദീവാരാവ ശൈദേ ഈടാവ ശൈതലരകദാരികൾ കടകാരി ബാര ആമേൻ 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 glory 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 ഓ ദൈവകൃപ നന്ദി കർത്താവേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി കർത്താവേ ഉടവ ശൈതലരകദ ഇവലവർ ശൈതലരകദ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കൊരവസരം കൂടെ ഭൂമിയുടെ മുഖത്ത് വെച്ച് ദാനമായി നൽകി. നമ്മുടെ പ്രിയ സഹോദരങ്ങളോട് ഒരുമിച്ചൊരു കൂട്ടായ്മ ആചരിപ്പാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേളയിലെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരുവാൻ, ഇന്ന് പകൽവേള ദൈവിക വിടുതൽ നാം അനുഭവിച്ചറിവാൻ, ദൈവിക അനുഗ്രഹം നാം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ഹല്ലേലൂയ. നമുക്ക് വേണ്ട ആരോഗ്യം നൽകി, ആയുസ് വർദ്ധിപ്പിച്ച് നൽകി, ദൈവകൃപ നമ്മിൽ പകർന്ന് ഇന്ന് പകൽവേള ദൈവം നമ്മെ കൂട്ടി വരുത്തുന്ന ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. സ്തോത്രം തുടർന്ന് നിൽക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നേരുള്ള ആരാധന പിന്നെ ദൈവം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ല വചന ശുശ്രൂഷ നമുക്ക് നൽകേണ്ടതിനായി പ്രത്യേക കർത്താവിന്റെ വലിയൊരു മേശ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ഇതിൽ പങ്കാരായി തീരുവാൻ ദൈവം നമ്മെ കഴുകി ശുദ്ധീകരിക്കണം. ഒരിക്കൽ കൂടെ പുണ്യാഗ്രഹിത്താൽ നമുക്ക് വേണ്ടി ചെറിയപ്പെട്ട പുണ്യാഗ്രഹിത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധനയോടെയാകട്ടെ, നമ്മെ തന്നെ പരിശോധിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ആ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽവേള നമ്മെ തന്നെ ശോധനയോടെയാകട്ടെ, നമ്മെ തന്നെ പരിശോധിപ്പാനിടയാകട്ടെ. കർത്താവിനോടൊന്നുകൂടെ അടുക്കുവാൻ, കർത്താവിനോടൊന്നുകൂടെ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽവേളയിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടത്. എല്ലാ വിധത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി ഇടയാകട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കിടന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല കർത്താവേ, എനിക്ക് വേണ്ടി രാവിലെ സമയത്ത് സഹായവുമായി കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. ഞങ്ങൾ കർത്താവെ വീണ്ടും അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് ഇന്നത്തെ സഹായത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വരുവാനുള്ള കർത്താവ് എത്രയും വേഗം കടന്നു വന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്നല്ലോ കർത്താവെ. വീണ്ടും കർത്താവെ ഗാനങ്ങൾ പാടുവാൻ കർത്താവെ നിന്റെ മക്കളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കടന്നു വന്ന ഓരോ ഹൃദയങ്ങളോടും ദൈവത്തോടും സംസാരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സൂക്ഷിപ്പാൻ ദേവദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ എല്ലാ കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷകളും അനുഗ്രഹമാക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേക കർത്താവെ കർത്തൃമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ കർത്താവെ. അതിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾക്ക് അതിൽ ഭാഗമാകാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സഭായോഗം എല്ലാവർക്കും അനുഗ്രഹം തീരണമേ കർത്താവെ. എല്ലാവരും അനുഗ്രഹം പ്രാപിച്ച കർത്താവെ മടങ്ങിപ്പോകാൻ ദൈവമേ സഹായിക്കണം കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. രോഗികളായ മനോഭാരത്തോടെ കർത്താവെ ക്ഷമത്തോടെ കടന്നു വന്നവരുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് സമാധാനം നൽകി ആശ്വാസം നൽകിയവരെ കർത്താവെ അവിടുന്ന് ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. എല്ലാം അനുഗ്രഹിക്കി തീർക്കണം കർത്താവെ. അനുഗ്രഹങ്ങളുടെ പ്രാർത്ഥന യാചന എന്തിയോടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുതിയിട്ടുന്ന 149 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 149
9-ാം സങ്കീർത്തനം, Psalm number 149. Praise you, Jesus. നൂറ്റി 49-ാം സങ്കീർത്തനം. യഹോവേ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവൻ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശൈകളിൽ ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പൂഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന് അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിദ്യ അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവന്റെ സർവ്വക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവേ സ്തുതിപ്പീൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേഹോവയ്ക്ക് പുതിയ പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവേൻ. തന്റെ ഭക്തന്മാരായ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോ അവന്റെ സഭയിൽ ദൈവത്തിന് സ്തുതി മുഴങ്ങുവാൻ, ദൈവത്തിന് സ്തോത്രം മുഴങ്ങുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കപ്പെടുവാൻ. ഓ ഇന്ന് പകൽവേളയിടയായി തീരട്ടെ. ഭക്തന്മാർ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മുടെ മധ്യേ നമ്മുടെ ദൈവത്തിന് സ്തുതി മുഴങ്ങുവാൻ, നമ്മുടെ ദൈവത്തിന്റെ നാമത്തിൽ ആരാധന ഉയരുവാൻ. ഹല്ലേലൂയ. നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. ഒരു നിമിഷം കൂടെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ, ഹല്ലേലൂയ, നാം ചോദിച്ചതിലും നിരച്ചതിലും അത്യുന്നതപരമായ നന്മകളാൽ നമ്മെ നിറച്ച് അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തെ ഒരിക്കൽ കൂടെ പാടി നമുക്ക് ആരാധിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല നന്മകളും ഉപകാരങ്ങളും ഓർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ എന്ന പാട്ട് നമുക്ക് പാടി സമർപ്പണത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാവിൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സ്നേഹമോർക്കുമ്പോ വൻകൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ച സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാവ ചൊല്ലിടുവാനാ.
സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ഓ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസം നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ താങ്ങുന്ന സ്തോത്രം. നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ പാടി ആരാധിപ്പാനിടയാകട്ടെ. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടി. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കും. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എൻ്റെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുദിനവും എന്നെ കരുകേമിപ്പാ അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാ അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ
അരികിലുണ്ട്. ഓ മറവിടാതെ എന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. ഓ വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ഓ വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ആമേൻ. മറവിടമാ എനിക്കേശുവുണ്ട്, അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ ഇതാ വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത വേഗം ഞാൻ വനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. ഓ ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിൽ. ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ അവൻ എന്റെ അരികിലുണ്ട്. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. ഓ വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ഓ വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടും. ആമേൻ. മറവിടമാൻ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ അരികിലുണ്ട്. ഓ ഇതാ വേഗം ഞാൻ വനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത ഇതാ വേഗം ഞാൻ വനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത നല്ല നാഥനെ കാണുവാനാ ചിരവും പകരും എന്നെ വസിച്ചിരുന്നു. ഓ നല്ല നാഥനെ കാണുവാൻ ചിരവും പകരും എന്നെ വസിച്ചിരുന്നു. ഓ മറവിടമാ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ആമേൻ. മറവിടമാ എനിക്കേശുവുണ്ട്, അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ അവൻ എന്റെ അരികിലുണ്ട്.
Praise you, Lord. Praise you, Lord. Praise you. പരിശുദ്ധ കർത്താവായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് തലമണക്കുക. അങ്ങേ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയല്ലോ. കർത്താവേ, ഞങ്ങളുടെ സന്നിധാനത്തിൽ ഇന്ന് പകൽവേള ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, അവിടുത്തെ നാമത്തിന് മഹത്വമായി തിരുടയാക്കാൻ, പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങൾ ഇതുവരെ സഹായിച്ചു, അനുഗ്രഹിച്ചല്ലോ. ആത്മനിറവിൽ പിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തും. കർത്താവേ, ഗാനശുകൾ നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ദൈവം ശക്തീകരിച്ചത് സ്തോത്രം. പാടി ആരാധിപ്പാൻ ഞങ്ങളെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുറന്ന് സഹായിക്കണം. അല്പസമയം തിരുസലായിരിക്കട്ടെ. ഭയത്തോടെ ഭക്തിയോടെ ആയിരിക്കണയാ. ഏകാഗ്രത ഞങ്ങൾക്ക് നൽകണമേ. സന്നിധാന ബോധം നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിയാൽ നമ്മുടെ മധ്യേ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ ഒരുമിച്ചായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജികുമാർ KP അവറുകൾ, അതെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിശ്ചിത നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. പുതുതായി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽവേള ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽവേള ദൈവത്തെ ആരാധിപ്പാൻ നാം ഒരുമിച്ച് കടന്നു വന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വിടുതലായി അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയായി ദൈവസന്നിധാനത്തിൽ വിവിധ കൂട്ടായ്മകളുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനും തിരുവചനങ്ങൾ ശ്രവിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനൊക്കെ ദൈവം നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പകൽവേളയിൽ ശുദ്ധാസഭായോഗമായിട്ട് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് അവസരം ഒരുക്കി തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തുറന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മളെല്ലാവരിലും പകർന്ന് നമ്മെ മാനിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ സംഗീതന ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യമുണ്ട്. തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ഒരുക്കി കൊടുക്കണമല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യമുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായി തീരണം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കും. 149 സങ്കീർത്തനമാണ് നാം ഇന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരാഹ്വാനത്തോടു കൂടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ സഭയിൽ ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ, ഒരുമിച്ച് കൂടി വരുന്നിടത്ത് ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് സംഗീതക്കാരൻ ആഹ്വാനം ചെയ്യും. ഇത് ഏത് സാഹചര്യത്തിൽ എഴുതിയെന്ന് നിശ്ചയം ഉറപ്പായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. ചില അഭിപ്രായങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഉണ്ട്. ദാവീദ് സങ്കീർത്തനം എഴുതിയെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഒന്നുകിൽ ഒരു യുദ്ധത്തിൽ തനിക്കുണ്ടായ വിജയം ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്ന ഒരു ദൈവഭക്തനെയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അല്ല എങ്കിൽ ദാവീദിനുള്ള ബന്ധത്തിലാണ് ഈ സിയോനെ തൻ്റെ തലസ്ഥാന നഗരിയായി തീർത്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി പാടിയ പാട്ട് ആണ് ഈ സങ്കീർത്തനമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ഒന്നാം വാക്യത്തിൽ തന്നെ അവിടെ വായിക്കുന്നത്, ഭക്തന്മാർ സഭയിൽ അവൻ്റെ സ്തുതി പാടുവീൻ, യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായപ്പെടുന്നത്. ദൈവത്തിൻ്റെ സഭയിൽ ഭക്തന്മാർ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് ഏറ്റവും സന്തോഷകരമായൊരു അനുഭവമാണ്. സ്തോത്രം.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അതിനെക്കുറിച്ച് കേട്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ 24 മണിക്കൂറും ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും ദൈവത്തിന് പ്രസാദകരം, ദൈവം ഉറ്റുനോക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ മക്കളാകുന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിലാണ്. സ്തോത്രം. ഒരു പിതാവിനെയും ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾ എത്ര പുകഴ്ത്തിയെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരിയായി തൻ്റെ മക്കൾ തന്നോട് അടുത്ത് സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതും ആ പിതാവിന് എത്രയോ സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ സന്തോഷകരമായൊരു കാര്യമാണ് ദൈവത്തെ തൻ്റെ ഭക്തന്മാർ, കാരണം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം, അവൻ്റെ രക്തത്തിൻ്റെ വിലകളാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ആരും നമ്മെ സ്നേഹിപ്പാൻ ഇല്ലാതിരുന്നപ്പോൾ, ആർക്ക് നമ്മുടെ ദയവ് തോന്നാതിരുന്നപ്പോൾ, നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ദയവ് കാണിച്ച് നമ്മെ പാപത്തിൻ്റെ അന്ധകാരത്തു നിന്ന് വിടുവിച്ച് തൻ്റെ മക്കളും അവകാശികളുമായി പുത്രത്വവും പദവികളും അവകാശങ്ങളൊക്കെ നൽകി അന്ധകാരത്തിൽ കിടന്ന നമ്മെ ദൈവിക പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? സ്തോത്രം. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്തിരിക്കുമ്പോൾ, ദൈവം നമ്മെ വിടുവിച്ചത് ഓർക്കുമ്പോൾ, അനേകർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം അത് ഭൗതികമായ നന്മയല്ല, ഹല്ലേലൂയ, ആത്മീയമായ വിടുതലുകളും അനുഗ്രഹങ്ങളും മരണത്തിലുള്ള ഉദ്ധാരണവും നമുക്ക് ലഭിച്ചത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിൽ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല, ആർക്കും സ്നേഹിപ്പാനും കഴിയുകയില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെ? സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വെടിഞ്ഞാണ് നമ്മെ സ്നേഹിച്ചത്. ഈ ഭൂമിയിൽ ആരും ഇതുവരെ അങ്ങനെ ആരെയും സ്നേഹിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ ജീവന് പകരം തൻ്റെ ജീവൻ കൊടുത്തു. സ്തോത്രം. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നാം തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതാണ് ഈ മേശ നമ്മളെ കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായി രക്ഷ പ്രാപിപ്പാൻ കഴിയാതിരുന്നപ്പോൾ കൂടെ കൂടെ കഴിക്കുന്ന യാഗത്താൽ മനുഷ്യൻ എന്നേക്കുമായി പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ശുദ്ധീകരണം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നമുക്കുണ്ടായ രക്ഷയും നമുക്കുണ്ടായ വിടുതലുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കണം. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും. നമ്മൾ പാടിയതുപോലെ ആ കരുണ ഓർക്കുമ്പോൾ, ആ നിത്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? കോടികൾ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ നന്മയാണ് ദൈവം നമുക്ക് നൽകിയത്. കോടികൾ ലഭിച്ചിട്ടും ആത്മരക്ഷ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. പക്ഷേ കോടികൾ നമുക്കില്ലെങ്കിലും ആത്മരക്ഷ ലഭിച്ചത് ഓർക്കുമ്പോൾ, ആത്മവിടുതൽ ലഭിച്ചത് ഓർക്കുമ്പോൾ, പ്രാണന്റെ രക്ഷ ലഭിച്ചത് ഓർക്കുമ്പോൾ, ആത്മാവിന്റെ വിടുതൽ ലഭിച്ചത് ഓർക്കുമ്പോൾ, ആത്മാവിന്റെ ശുദ്ധീകരണം ലഭിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഭക്തന്മാർ ദൈവസഭയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഇസ്രായേൽ അവനെ ഉണ്ടാക്കിയവനിൽ, സിയോൻ മക്കൾ തന്റെ രാജാവിൽ സന്തോഷിക്കട്ടെ. സ്തോത്രം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. നമ്മെ നിർമ്മിച്ച, സംഗീതകാരൻ പറയുമ്പോൾ ഇങ്ങനെയാണ്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുമടക്കുക. സ്തോത്രം. നമ്മെ നിർമ്മിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്ന വേഗത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും പ്രസ്താവിക്കാവുന്നതാണ്. പ്രാരംഭമായി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാക്യങ്ങൾ പ്രസ്താവിക്കും. Children will come forward for recitation. Joshua Jeswin will lead the session. Please come forward. Praise God. Galatians 6 verses 9. Let us not become weary in doing good, for at the proper time
we will reap a harvest if we do not give up. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുമായി ഈ ആഴ്ചയിലും പ്രഭാതത്തിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഇത്രത്തോളം പരിപാലിച്ചതോർത്ത്, ദൈവം സൂക്ഷിച്ചതോർത്ത്, അവരുടെ ജീവിതത്തിൽ നേരിടാമായിരുന്ന എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വിടിവിച്ച് അവരുടെ പഠനകാര്യങ്ങൾ കൂടുതൽ അവരെ സഹായിച്ച, അവരെ വഴി നടത്തി നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. ഇന്ന് പകൽവേള നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അവരെ പരിപാലിച്ചു. പഠിപ്പാൻ വേണ്ട ജ്ഞാനവും ബുദ്ധിയും ഒക്കെ ദൈവം നൽകി അവരെ മാനിച്ചല്ലോ. തുടർന്ന് ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സമയമായി പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളെ നേരെ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, സ്നേഹവാനായ സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഈ പ്രഭാതവേളയിൽ അങ്ങയുടെ സന്നിധാനത്തിൽ അടുത്ത് വന്ന് അങ്ങേ മുഖത്തുപെടുത്തുവാൻ സ്തുതിപ്പാൻ അവിടുന്ന് അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ വ്യത്യസ്തരായി, അവരാത്മീയരായും ദൈവകൃപയുള്ളവരായും അനുമാതൃകയുള്ളവരായും ഓരോ ദിവസം വളർന്നു വരുവാൻ വർദ്ധിച്ചു വരുവാനിടയാക്കണമേ. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം അവരോടൊപ്പം അവരെ സഹായിച്ചല്ലോ. പഠിപ്പം വേണ്ട ജ്ഞാനം ബുദ്ധി ഓർമ്മശക്തി ഒക്കെ നൽകി അവരെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. കർത്താവ് ഇന്ന് പകൽവേള പറഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, അല്ല ദൈവകൃപ പ്രാപിച്ചവരായി അവർ മടങ്ങി പോകാൻ ദൈവം സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും നിർമ്മിച്ച യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. കർത്താവ് എല്ലാ വിധത്തിലും മാനിച്ച് ആദരിക്കും, കൃപ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. ബി സീറ്റഡ്. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാനുള്ള അവസരമാണ്. വേഗത്തിൽ സമയം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലിവിങ്സ്റ്റൺ ഐസക് എന്നാണ്. ഞാൻ നാട്ടിൽ നിന്ന് വിസിറ്റ് ആണ്. എനിക്ക് 40 വർഷത്തോളം കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, വയനാട് ജില്ല, ഈ ജില്ലകളിൽ ആദിവാസി മേഖലകളിലും ഗ്രാമങ്ങളിലുള്ളായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫാദറിന് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ, അതുപോലെ എൻ്റെ വൈഫ് 2 കാലിനും തേയ്മാനവും വെരിക്കോസ് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ അമ്മായിയമ്മയും സുഖമില്ലാതിരിക്കുന്നു. ഇങ്ങനെ 3 പേരും ബലഹീനരായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് അവരിപ്പോൾ നാട്ടിലാണ്, നേറ്റങ്കരയുടെ ഭാഗത്ത് ഇപ്പോൾ ചികിത്സയുടെ ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുക. ദൈവമാർക്ക് പൂർണ്ണമായ ഒരു വിടുതലും ആശ്വാസവും നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ വന്നിട്ട് മീറ്റിങ്ങുകളൊന്നും ആയിട്ടില്ല. ശുശ്രൂഷ വഴികൾ ദൈവം തുറക്കണം. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. ആരെയും വരുന്ന പരിചയമൊന്നുമില്ല. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പേരൊന്നുകൂടെ പറയാമോ? എൻ്റെ പേര് ലിവിങ്സ്റ്റൺ ഐസക് എന്നാണ് പേര്. ലിവിങ്സ്റ്റൺ. ഓക്കെ. ഓക്കെ. സൗര്യമാർക്കാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഓർപ്പിക്കാം. ഇല്ല എങ്കിൽ ഇവിടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ലിവിൻസ്റ്റനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ഓർപ്പിച്ചല്ലോ. ആ വിഷയമേലെല്ലാം ദൈവം പ്രവർത്തിക്കേണ്ടതിനായി ഇവിടെ ആയിരിക്കും ദിവസങ്ങൾ ദൈവം പ്രത്യേകം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. തൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രതികാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ച നമ്മുടെ സഭയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിച്ചിരുന്നു. അത് ഓർത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തുടർന്നും ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൊതുസഭയുടെ അറിവിലേക്ക് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയ സഹോദരൻ സ്റ്റെബിയുടെ മാതാവ് ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ നിമിത്തം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദൈവം പ്രിയ മാതാവിനെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വർഗീസ് മാത്യു ജൻ, നമ്മുടെ ഗുജറാത്ത് സാംസാൻ്റെ വൈഫ് ഗ്ലോറി മാമയുടെ ആംഗ്ലയുടെ വൈഫ് മേഴ്സി സ്റ്റാൻലി സ്റ്റേറ്റ്സിൽ
തൻ്റെ തലച്ചോറിലുണ്ടായൊരു ബ്ലീഡിങ് നിമിത്തം ICUവിൽ ആയിരിക്കുന്നു. ദൈവം പൂർണ്ണമായി വിടുതൽ പ്രിയ സഹോദരിക്ക് നൽകേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന പ്രിയ സഹോദരി മകൻ ജിനേഷ്, മോളി ജോസഫിൻ്റെ മകൻ ജിനേഷ്, തൻ്റെ നാക്കിൽ ഉണ്ടായ ഒരു ക്യാൻസർ ബാധയാൽ തൻ സർജറി കഴിഞ്ഞ് ആശുപത്രിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അറിയിച്ച പ്രകാരം ചെറിയൊരു ഇൻഫെക്ഷൻ നേരിട്ടിട്ടുണ്ട്. യാതൊരു പ്രയാസം ഉണ്ടാകാതെ ദൈവം പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ട് പ്രിയ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ സാം ഫിലിപ്പിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ബിനു ഫിലിപ്പിൻ്റെ മകൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ തനിക്കൊരു സർജറിക്ക് താൻ വിധേയപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്നു. പൂർണ്ണമായി വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരി ഫെബ റോയിയുടെ സഹോദരിയുടെ ഭർത്താവ് ഓസ്ട്രേലിയയിൽ ശാരീരികമായ ക്ലേശത്തോടെ ആയിരിക്കുന്നു. ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞായിരിക്കും. ദൈവം പൂർണ്ണമായി വിടുതൽ പ്രിയ സഹോദരന് നൽകേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം സമയമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, അതുമേലെല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി നീട്ടണം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും ശാരീരികമായ അസ്വസ്ഥകൾ, പനിയുടേതായ പ്രയാസങ്ങൾ, മറ്റ് ശാരീരികമായ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസഭയായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ വരാവുന്ന വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. വിശുദ്ധ സഹായകമായി ഞങ്ങൾക്ക് പ്രഭാതത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ ദൈവസഭയിൽ കർത്താവെ കേൾപ്പിച്ച ഓരോ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഭാരമുള്ള വിഷയങ്ങൾ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുള്ള ദൈവവചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങയുടെ അടിപ്പില്ല ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. കർത്താവെ, ഞങ്ങൾ ഏതൊരു വിഷയവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആ വിഷയത്തിൽ വെളിപ്പെട്ട് കർത്താവ് വിടുതൽ നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുകൊണ്ടല്ല ഞങ്ങൾ കാണുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ ആത്മാവിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ കർത്താവെ ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവം അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കർത്താവെ ആ വചനത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ കർത്താവ് കൊടുത്ത വിടുതലിൻ്റെ സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ പല വിഷയങ്ങളായി കർത്താവ് സാക്ഷ്യം പറയാൻ മടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയഭാരത്തോടെ, വേദനയോടെ, ഞെരുക്കത്തോടെ കർത്താവെ പല വിഷയങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ അവിടെ ഇവിടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന ദേവദാസനായി സ്തോത്രം. ഈ ദേശത്തേക്ക് കടന്നു വന്നു തൻ്റെ വിഷയങ്ങളെല്ലാം കർത്താവ് പരിഹരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ശാരീരികമായി രോഗത്തിൽ ഭാരപ്പെടുന്ന തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ദൈവസഭയായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ആ ഭവനത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ആ ഭവനത്തെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ ജീസസ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ദാസനെ കർത്താവ് വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനം വളരെ ശ്രദ്ധയോടെ കർത്താവ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തേണ്ട ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി വചനത്തിന് കീഴടങ്ങി കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം.
കർത്താവിൻ്റെ ധന്യമുള്ള നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ രാവിലെ സമയം കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. തുടർന്നും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സജികുമാർ KP അവരുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസന് കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ നാം ശ്രമിച്ചു കൊണ്ടിരുന്നല്ലോ. ഇന്ന് രാവിലെ സമയവും പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്ന കരങ്ങളെ തട്ടി നമുക്കൊന്ന് സ്വീകരിക്കാം. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആരാധിക്കുവാൻ ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഹൃദയപൂർവ്വമായി എൻ്റെ കർത്താവെ, ഇന്ന് ഈ ആരാധനയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ഇടപെടുന്ന ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. അങ്ങനെയുള്ള കൊതിയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കുക. ശമൂവേൽ പറഞ്ഞതുപോലെ, അടിയനിതാ, അടിയനോട് സംസാരിക്കണം. ഈ ഒരു പ്രാർത്ഥനയാകട്ടെ ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ പ്രാർത്ഥന. പെട്ടെന്ന് നമ്മുടെ സമയ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു വേദഭാഗം നമുക്ക് ചിന്തിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 4 മുതൽ ഉള്ള ചില വാക്യങ്ങൾ, 4 മുതൽ 7 വരെ. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. മതി. നമുക്ക് ഈ വേദഭാഗം നല്ല പരിചിതമായതുകൊണ്ട് അത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. ഒരു യുദ്ധം. ഗിദെയോൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഗിദെയോനെതിരെ നിൽക്കുന്നത് മിദ്യാന്യര്, അമാലേക്യര്, കിഴക്ക് ദേശക്കാർ എല്ലാവരും എന്ന് വെച്ചാൽ ഏകദേശമായ യുദ്ധത്തിൽ 1,20,000 പേര് പട്ടുപോയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇരട്ടിയെങ്കിലും രക്ഷപ്പെട്ട് ഓടി. അപ്പോൾ ഒരു 2-2.5 ലക്ഷം ആളുകൾ ഒരു ഭാഗത്ത് യുദ്ധത്തിന് വന്ന് നിൽക്കുകയാണ്. മറുഭാഗത്ത് ഗിദെയോൻ്റെ കൂടെ ഇവരോട് യുദ്ധം ചെയ്യാൻ ആകെ 32,000 32,000 പേര് നിൽപ്പുണ്ട്. അതിനകത്ത് നിന്ന് കർത്താവ് 300 പേരെ തെരഞ്ഞെടുത്ത ഒരു കാര്യമാണ്, അവരിലൂടെ ഒരു ജയമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഒരു ഭൗമികമായ ഈ യുദ്ധവും അതിനകത്ത് സംഭവിച്ചതൊന്നും നമുക്ക് വലിയ കാര്യമല്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിനകത്ത് നിന്ന് നമ്മുടെ ആത്മീക ചിന്തകൾ കുതകുന്ന ചിലത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, സത്യത്തിൽ നമ്മളെല്ലാവരും ഒരു യുദ്ധമുന്നണിയിൽ നിൽക്കുന്നവരാണ്. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു യുദ്ധമുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ ദൈവമക്കളായി തീരുന്ന നിമിഷം മുതൽ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ഇവിടുന്ന് വേർപെടുന്നവരെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും നമ്മൾ യുദ്ധത്തിലാണ്. ഒരു ഫിസിക്കൽ ഫൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഈസി ആയിരുന്നു. നമുക്ക് ആരാണ് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് കാണാം, എങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാം. അതനുസരിച്ച് ഒന്നുകിൽ അറ്റാക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ആത്മീക പോരാട്ടം നടക്കുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള തലത്തിലാണ്, കാണപ്പെടാത്ത തലത്തിലാണ്. അതിനകത്ത് ഒരു ചിന്തയും കൂടെ ഞാൻ പറയാം. പലപ്പോഴും ദൈവമക്കൾക്ക് പരാജയം സംഭവിക്കുന്നതിൻ്റെ കാരണം യുദ്ധക്കളത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല. യുദ്ധക്കളത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദാവീദ് ഗോല്യാത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു രംഗം. ഗോല്യാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഭീകരമായൊരു മനുഷ്യനാണ്.
അദ്ദേഹത്തെ ഭൗമികമായി തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ പോരാട്ടത്തിൻ്റെ സ്കില്ലുള്ളയാളും ആരോഗ്യമുള്ളയാളും കുറേ വിശദീകരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ വെറും ബാലകനായ കോമള രൂപമുള്ള പവിഴ നിറമുള്ള എന്നൊക്കെ പറയുന്ന വെറും ബാലകനായ, അപ്പോൾ ഗോലിയാത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവനൊരു ചെറിയ ബാലകനാണ്, ഇവന് ആരോഗ്യമില്ല, സ്കില്ലില്ല, ഇതൊന്നുമില്ല. പക്ഷേ ദാവീദ് ഗോലിയാത്തിനെ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തോൽപ്പിക്കാൻ പോവുകയാണ്. ഈ യുദ്ധത്തിൽ ദാവീദ് ജയിക്കാൻ പോകുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും കിടക്കുന്നത് ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പൂർണ്ണമായ ബോധ്യമുണ്ട്. ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രമാണ്. ശരി, കൂടെ വ്യക്തമാക്കിയാൽ ദാവീദിൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഒരു പ്രാഗൽഭ്യം. എന്ത് പ്രാഗൽഭ്യം? ഞാൻ കഴിഞ്ഞ നാളുകളിൽ കരടിയെ എതിരിട്ട, ബാലസിംഹത്തെ എതിരിട്ട, ഒരു വന്യമൃഗത്തെ എതിരിട്ട അതിനേക്കാളും വലിയ പ്രധാനപ്പെട്ടതൊന്നുമല്ല ഈ നിൽക്കുന്ന ഗോലിയാത്ത് എന്ന് ചിന്തിക്കണമെങ്കിൽ മാനുഷിക ചിന്തകൾക്ക് ഉപരിയായി ദാവീദിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ദൈവിക ചിന്തയും പ്രാഗൽഭ്യവുമാണ് ആ യുദ്ധത്തിൽ ദാവീദിന് വിജയം കൊടുത്തത്. ശരി, കൂടെ വ്യക്തമാക്കിയാൽ ആത്മീക യുദ്ധത്തിൻ്റെ വിജയം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താണ്. ഹല്ലേലൂയ. ഇതിനോടാണ് ശരിക്കുമുള്ള പോരാട്ടം. അതെങ്ങനെയാണെന്ന് പറയാം. ദാവീദ് ഇനി ഒരു ചില മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഗോലിയാത്തിനെ വീഴ്ത്താൻ പോവാണ്. അപ്പൊ ദാവീദ് ഇങ്ങോട്ട് വന്ന വഴിക്ക് ദാവീദിന്റെ സഹോദരന്മാർ ഒരാൾ വന്ന് പറഞ്ഞു, എന്തിനാടാ നീ ഇവിടെ വന്ന്? നിന്നെ ഞങ്ങൾക്കറിയാം, അവിടെയുള്ള ആടിനെ വിട്ടേച്ച് യുദ്ധം കണ്ട് രസിക്കാൻ വന്നേക്കും അല്ലേ? ഇത് കേട്ട ദാവീദിന് തിരിച്ചു പറയാൻ കുറെ മറുപടികളുണ്ട്. ഓപ്ഷൻ നമ്പർ 1 വേണമെങ്കിൽ ദാവീദിന് പറയാം, ആഹാ, ഓ എന്നോട് എതിരിടാൻ എന്നാ ഊർജ്ജം നോക്കിയേ, താണ്ട് നിൽക്കുന്നു ഗോലിയാത്ത്, അങ്ങോട്ട് ചെല്ല്. ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങളിപ്പോൾ എന്നാ പറഞ്ഞ് എന്നെ അറിയാമെന്നോ? നിങ്ങൾക്ക് എന്തോ അറിയാം? ഇവിടെ ബാക്കിയുള്ളവൻ ജീവൻ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് അപ്പൻ പറഞ്ഞത് കേട്ട് ഇവിടെ വന്നിരിക്കുക, ആടിനെ വിട്ടിട്ട് യുദ്ധം കണ്ട് രസിക്കാൻ വന്നിരിക്കുക. ഇങ്ങനെയുണ്ടോ സഹോദരന്മാർ? ഓപ്ഷൻ നമ്പർ 2. ഓപ്ഷൻ നമ്പർ 3, അല്ലേലും എനിക്കറിയാം, ഇങ്ങനെയൊക്കെ എന്നോട് പറയൂ, എനിക്കൊരു സപ്പോർട്ടും ഇന്നേ വരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല, ഈ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ദൈവമേ. ഈ ഓപ്ഷൻ ഏതെങ്കിലും ദാവീദ് എടുത്തിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഹൃദയത്തിനകത്തൊരു മുറിവുണ്ടാകും. ഈ മുറിവുണ്ടാകുന്നത് സഹോദരന്മാർക്കെതിരെയുള്ള മുറിവായിരിക്കും. ഈ മുറിവ് ഇതുവരെ, ഈ നിമിഷം വരെ ദാവീദും ദൈവവുമായിട്ട് ഇണമുറിയാതെ നിൽക്കുന്ന ഒരു ബന്ധത്തെ തടയും. ഒരു കോപം, ഒരു കുറ്റബോധം, ഒരഴുക്ക് ചിന്ത, ആവശ്യമില്ലാത്തൊരു ഭാരം ഇടയ്ക്ക് കയറി വന്നു കഴിയുമ്പോൾ കവണയും കല്ലും എടുക്കുമ്പോൾ കൈവിറയ്ക്കും, തെറ്റിപ്പോകും, പ്രാഗൽഭ്യം നഷ്ടപ്പെടും. വാസ്തവത്തിൽ അവിടെ പിശാച് ആഗ്രഹിച്ചത് ആ യുദ്ധം ദാവീദ് ജയിക്കാതിരിക്കണമെങ്കിൽ ദാവീദിന്റെ ആത്മീക പ്രാഗൽഭ്യത്തെ ഇല്ലായ്മ ചെയ്യുക. ഇതാ യുദ്ധക്കളം, ഇതാണ് യുദ്ധക്കളം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചിന്റെ നോട്ടം നിന്റെ ഭൗമികത്തിലോട്ടല്ല, പിശാചിന്റെ നോട്ടം നിന്റെ സ്ഥാനമാനങ്ങളിലോട്ടല്ല, പിശാചിന്റെ നോട്ടം നിന്റെ ആത്മീക നിലവാരത്തിലോട്ടാണ്. അതിനെ നശിപ്പിക്കാനാണ് അവന്റെ യുദ്ധം മുഴുവനും. നീ അതിനെ ജയിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും പിശാച് പോരാടിയത് ഇയ്യോബിന്റെ സമ്പത്തിനോടായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ യുക്തിയുണ്ട്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ആടുമാടുകളും ഒട്ടകങ്ങളും മൊത്തം നഷ്ടപ്പെട്ടു. അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം, പിശാച് കണ്ടോ പുള്ളിയുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. ചിലപ്പോൾ ചിലർ പറയും, പിശാചിന്റെ പോരാട്ടം തലമുറകളോടാ, കണ്ടോ ഒറ്റ ദിവസത്തിൽ ആ തലമുറ മുഴുവൻ ഇല്ലാതായി. ശരിക്കും അതായിരുന്നു? ഓരോ തവണ ആ നഷ്ടം കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കിടക്കുന്നത്. ഇവയിലൊന്നും ഇയ്യോബ് തമ്പുരാൻ കർത്താവിനെ
ത്യജിച്ചു പറഞ്ഞില്ല. അപ്പൊ പോരാട്ടം എന്തിനാ? ദൈവത്തെ ത്യജിച്ചു കളയാൻ വേണ്ടി. ഹല്ലേലൂയ. അതായത് ഈ ഭൗമിക മണ്ഡലങ്ങൾക്കപ്പുറത്തുള്ള ഒരാത്മീക നിലവാരവും നിലപാടുമാണ് പിശാചിന് ഭയം. നമ്മൾ എത്ര ഭൗമികമായി ഉയർന്നാലും അതൊന്നും പിശാചിനെ ബാധിക്കുന്ന കാര്യമല്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഇത്രയും കൂടെ വിചാരിക്കും, നമ്മുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കി, എന്നായിരുന്നു നമ്മൾ കൂടുതൽ ആത്മീകരായത്? ഒരു 5 കോടി രൂപയുണ്ട്. ഭാര്യ പറയുന്നു നമുക്കത് ഫെഡറൽ ബാങ്കിൽ ഫിക്സഡ് ഇടാം. ഭർത്താവ് പറയുന്നു അല്ല, അത് സ്ഥലം മേടിച്ചാൽ മതി. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ ആത്മീകരാകാൻ ചാൻസ്? അതോ ജപ്തി നോട്ടീസ് വീടിൻ്റെ മുമ്പിൽ വന്ന് പതിപ്പിച്ചിരിക്കുക, 30 ദിവസത്തിനകത്ത് കാശ് അടച്ചില്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റിലേക്ക് ജപ്തി ചെയ്യും, ആ സമയത്താണോ കൂടുതൽ ആത്മീകരാകാൻ ചാൻസ്? സ്വാഭാവികമായിട്ടും ജപ്തി നോട്ടീസ് വരുമ്പോൾ. നിങ്ങൾക്ക് ആരോഗ്യം ഇങ്ങനെ വർദ്ധിച്ച് നിങ്ങളെ ആര് കണ്ടാലും ഒന്നും കൂടെ നോക്കും. വയസ്സ് ഇത്രയായെങ്കിലും നിങ്ങളെ കണ്ടാൽ ഇത്ര വയസ്സേ പറയൂ. അപ്പൊ ആൾക്കാർ വന്ന് ചോദിക്കുക, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം, ഇതെന്തൊരു ആരോഗ്യമാണ് എന്ന് ചോദിക്കുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ ആത്മീകരാകാൻ ചാൻസ്? അതോ സ്ട്രെച്ചറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് ഹോസ്പിറ്റൽ വരാന്തേക്കൂടെ പോകുമ്പം ഇങ്ങനെ മേളിലെ ലൈറ്റുകളൊക്കെ കണ്ട് പോകുന്ന സമയത്താണോ ആത്മീകരാകാൻ കൂടുതൽ ചാൻസ്? ആത്മീകരാകാൻ കൂടുതൽ ചാൻസ് രോഗം വരുമ്പോഴാണ് നമ്മൾ ആത്മീകരായിട്ടുള്ളത്. സ്തോത്രം. പിശാചിന്റെ ലക്ഷ്യം നേരെ തിരിച്ചാ, ആത്മീകരാകരുത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നിന്റെ സമ്പത്തിനോടൊരു പോര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ പോകുന്നു, എന്നാലേ നിങ്ങൾ അഹങ്കരിക്കത്തുള്ളൂ. അതായിരിക്കും പിശാചിന്റെ ലക്ഷ്യം. നിന്റെ ആരോഗ്യത്തോടൊരു പോര് വരുന്നു എന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കേണ്ടത്, എൻ്റെ ആരോഗ്യം ഇങ്ങനെ വർദ്ധിച്ചു വരാൻ പോകുന്നു, അപ്പോഴേ ഞാൻ അഹങ്കാരിയായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകത്തുള്ളൂ. യുദ്ധക്കളത്തെക്കുറിച്ച് തിരിച്ചറിവില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ജയിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ശ്രദ്ധ ഭൗമികത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ തന്ത്രങ്ങളും പിശാച് മെനയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ലെവല് സ്പിരിച്വാലിറ്റിയിൽ വർദ്ധിച്ചു വരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാസേജിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അതുപോലത്തെ ഒരു ആത്മീക കാഴ്ചപ്പാടിൽ നിന്നാണ്. അപ്പം ഇവിടെ 30,000 ആളുകൾ വന്ന് നിൽക്കുക. ഈ 30,000 ആളുകൾ വന്ന് നിൽക്കുന്നത് ഏകദേശം 2-2.5 ലക്ഷം വരുന്ന ഒരു സൈന്യത്തെ എതിരിടാനും തോൽപ്പിക്കാനും വേണ്ടി നിൽക്കുക ഗിദെയോന്റെ നേതൃത്വത്തിൽ. ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു, ഞാനതിന് എൻ്റെ ഭാഷയിൽ പറയുക, ഈ നിൽക്കുന്ന 30,000 പേരും യുദ്ധത്തിന് ഞാൻ ഉപയോഗിക്കത്തക്കവണ്ണം യോഗ്യരല്ല. ഞാനിവിടെ വിജയം തരും. ഞാനിവിടെ ഈ വരുന്ന 2-2.5 ലക്ഷം ആളുകളെ തോൽപ്പിച്ച് നിനക്ക് ഞാൻ വിജയം തരും. പക്ഷേ ആ വിജയത്തിന് വേണ്ടി ഈ നിൽക്കുന്ന 30,000 പേരിൽ വളരെ കുറച്ച് പേരെ റെഡിയായിട്ടുള്ളൂ. ആത്മിക ഭാഷ ഒന്നും കൂടെ പറയുക, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശുദ്ധർ. ദൈവം നോക്കുമ്പം അനവധിയായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ക്രൗഡിനെ അല്ല ദൈവം നോക്കുക. അതിൻ്റെ നടുവിൽ കർത്താവുമായിട്ട് ആത്മബന്ധമുള്ള ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അവരെയാണ് ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഗിദെയോന്റെ കൂടെ നിൽക്കുന്ന 30,000 പേരെ 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ്, യഹോവ പിന്നെയും ഗിദെയോനുണ്ട്. 4-ാം വാക്യം, ജനം ഇനിയും അധികം അതിൻ്റെ 2-ാം വാക്യം, യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയുമുണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറെ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പ്
ദ മെജോറിറ്റി. 20,000 പേരുണ്ട് അവർ. മൊത്തം 32,000 പേരുള്ളതിൽ 22,000 പേരും അവരാണ്. വാസ്റ്റ് മെജോറിറ്റി. ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദം എന്നാണെന്നറിയാമോ? ഭയവും ഭീരുതയുമുള്ളവർ. ഭയവും ഭീരുത്വവുമുള്ളവർ. യുദ്ധത്തിനാ വന്നേക്കുന്നേ. പേര് പടയാളി എന്ന. നിപ്പൊക്കെ കണ്ട ഇപ്പ ചെന്ന് എല്ലാവരും തോപ്പിക്കുമെന്നൊക്കെ തോന്നും. പക്ഷെ ഈ നിപ്പേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ പേടിച്ച് വിറച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവര്. ഇവരെ കർത്താവിന് വേണ്ട. എന്ന് വെച്ചാൽ ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേര് മഹാഭൂരിപക്ഷമാണ്. യോശുവയും കാലേബും ഇങ്ങോട്ട് അവരെ മാറ്റി നിർത്തിയാൽ ബാക്കി 10 പേരുടെയും പ്രശ്നം ഇവർ ചെന്ന് കണ്ടത്. അവർ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അനാക്യ മല്ലന്മാരെ ഞങ്ങളവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഇനി അടുത്ത സെന്റൻസ് ആണ് കൂടുതൽ പ്രശ്നം. അവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അവരോട് ചെന്ന് ചോദിച്ചു, ഹലോ, എന്നെ കണ്ടാൽ എങ്ങനെ തോന്നുന്നു? നിന്നെ കണ്ടാൽ ഒരു വെട്ടുക്കിളിയെ പോലെ തോന്നുന്നു. ആരും പറഞ്ഞില്ല. ഇവർ സ്പൈ വർക്ക് ചെയ്യാൻ പോയത്. ഇവർ പോയതുപോലെ ആരും അറിഞ്ഞില്ല. ഇതിൻ്റെ പേരാണ് ഭയം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഈ ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേരരുത്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യം വരെ നടത്താൻ അവൻ ശക്തൻ. അവൻ നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഭയം ജീവിതത്തെ ബാധിക്കുമെന്ന് തോന്നുമ്പോൾ, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഭയം അകത്ത് കയറുമ്പോൾ, ചിലപ്പോഴൊക്കെ ശത്രുവായ പിശാച് മനസ്സിനകത്തേക്ക് ഭയത്തിൻ്റെ ചിന്ത എറിഞ്ഞു തരുമ്പോൾ, നാളെ എന്താകുമെന്ന് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, തലമുറയെക്കുറിച്ച് ഭയപ്പെടുത്തുമ്പോൾ, സാമ്പത്തിക പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുമ്പോൾ, തുറിച്ചു നോക്കുന്ന രോഗത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുമ്പോൾ, നീ തിരിച്ചു പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അന്ത്യം വരെ കാക്കുവാൻ ശക്തന്. എൻ്റെ തലമുറ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിത. എന്റെ ഭാവി എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. എന്റെ കുടുംബം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. എനിക്കുള്ള സകലവും എന്റെ ദൈവം തന്നതാകൊണ്ട് അവ എല്ലാം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. അവന്റെ കരങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചു മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. അവൻ സർവശക്തനാ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഒറ്റ വാക്കുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ പുറപ്പെടുവിക്കുവാൻ അവന് കഴിവുണ്ടെങ്കിൽ എൻ്റെ അസാധ്യത്തിൻ്റെ മേൽ അവൻ ഒന്ന് കൽപ്പിച്ചാൽ മതി. ആ വലുതായി ഉയർന്നു വരുന്ന തിരമാലയോട് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. ഒരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോ കാറ്റും കടലും ശാന്തമായെങ്കിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ സാഹചര്യത്തെ തിരുത്തി കുറിക്കുവാൻ സാധിക്കും. എൻ്റെ ദൈവം ശക്തനെന്നല്ല ഞാൻ പറയുക, എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം രാജാവെന്നല്ല ഞാൻ പറയുക, രാജാവ്. ഈ മഹാഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ചേരല്ലേ. അവര് ഭയമുള്ളവരാ, അവര് ഭീരുത്വമുള്ളവരാ, അവർ യുദ്ധമുന്നണി നിൽക്കുന്നെന്ന് പേരേ ഉള്ളൂ. വിശ്വാസി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നേ ഉള്ളൂ. അകത്ത് വിശ്വാസം തീർത്തുമില്ല. അവരുടെ കൂട്ടത്തിൽ കൂടരുത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് എങ്ങോട്ട് പോയാൽ ഒരു മഹാപുരുഷാരം ഫോളോ ചെയ്യുമായിരുന്നു. മഹാപുരുഷാരം. ഈ മഹാപുരുഷാരത്തിനൊന്നും കർത്താവിന് വലിയ ഇംപ്രഷൻ ഇല്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വിശദമായിട്ട് വായിക്കണം. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അതിൻ്റെ ആരംഭത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് പേർക്ക് കർത്താവ് ഭക്ഷണം കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ അടുത്തയാളോട് പറഞ്ഞു, എടാ ഈ കർത്താവിനെ നമുക്ക് പിടിച്ചങ്ങ് രാജാവാക്കാം. അപ്പം അടുത്തയാൾ പറഞ്ഞു, നല്ല ഐഡിയ,
അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു, റോമൻ ഗവൺമെൻറ് വല്ലതും ഇങ്ങോട്ട് വന്നാൽ കർത്താവ് ഒരൊറ്റ കൈവീശൽ വീശുമ്പോൾ അവരൊക്കെ തെറിച്ചു പോകും. ഇങ്ങനെ ഒരു മഷികയാണ് നമുക്ക് വേണ്ടിയേ. നീ പോയൊരു കിരീടം മെടഞ്ഞുണ്ടാക്ക്, ഒലിവില കൊണ്ട് കിരീടം ഉണ്ടാക്ക്. നമുക്കങ്ങ്, എൻ്റെ ഭാവന പറയുകയാണ്, അത്രയൊന്നും അവിടെ എഴുതിയിട്ടില്ല. രാജാവാക്കാൻ ഭാവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സംഭവിച്ചത് കർത്താവ് പറഞ്ഞു. ഉടൻ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാം, അവിടുന്ന് ഒരൊറ്റ മുങ്ങ്. എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിയത്തില്ല. പുരുഷാരം ചെതറിപ്പോയി. ശിഷ്യന്മാരും അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കർത്താവിനെ കാണുന്നില്ല. നേരം സന്ധ്യയായി. പടകൊന്നുമില്ല, ഒരു പടക് മാത്രമേ ഉള്ളൂ. ഈ പടക് ഇവരെടുത്തോണ്ട് പോയാൽ കർത്താവ് ഒറ്റപ്പെട്ടു പോകും. ഇവരിത് മൈൻഡ് ചെയ്യുന്ന പോലും. ഒരാൾ പറഞ്ഞു എനിക്ക് ഉറങ്ങണം. അടുത്തയാൾ ഏതിലെ പോയെന്ന് ആർക്കറിയാം, എന്നാൽ പറഞ്ഞേച്ച് പോകണ്ടേ. അടുത്തയാൾ പറഞ്ഞു ഞാൻ പോവുക, വരുന്നെങ്കിൽ വാ. എല്ലാവരും കൂടെ പടകിൽ കയറി യേശുവിനെ കൂടാതെ പടകം കൊണ്ടുപോയി. വഴിമധ്യേ വെച്ച് തിരമാല, കാറ്റ്, കർത്താവ് കടലിൽ നടന്നു വന്ന് അവരെ രക്ഷിച്ച് അക്കരെ കയറി. ഇത് പിറ്റേ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് പടകുകൾ വന്നപ്പോൾ ഇവിടെ വന്ന് അവർ പറഞ്ഞു യേശു അവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഒരു പടകേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ശിഷ്യന്മാർ പോയതാ. മിക്കവാറും യേശു കടലിൻ്റെ മീതെ നടന്നു പോയി കാണും. ഇവർ ഈ പടക് മുഴുവനും വാടകയ്ക്കെടുത്ത് അക്കരെ ചെന്നു. കർത്താവിനെ ദൂരവേ എന്ന് കണ്ടപ്പോഴേക്കും ഇവരെല്ലാം ചെന്ന് അങ്ങ് സൂചിപ്പിക്കാൻ തുടങ്ങി. ഗുരോ, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു, നീ എവിടെ പോയിരുന്നു? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അവർ പ്രതീക്ഷിച്ച ഉത്തരം. ഗുരു പറയും, ബാ ബാ ബാ, എല്ലാവരും ബാ. ഇന്നലെ നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചില്ലേ? ആയിരക്കണക്കിന് പേർക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കണ്ടില്ല? അവർ യെസ് 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 ഞങ്ങൾ കണ്ടു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് മരിച്ചവർ ഉയർക്കും. എല്ലാവരും കൂടെ കൈയടിച്ച് യെസ് യെസ് യെസ്. അപ്പൊ കർത്താവ് അവരോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞേ ഞാൻ എങ്ങനെയായിരിക്കും ഇവിടെ വന്നത്? ഒരു പടകല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ കണ്ടതല്ലേ പറയൂ, ടെസ്റ്റ് മണി. എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ ഇവിടെ വന്നു? എല്ലാവരും അറിയത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കടലിന്റെ മീതെ ഇങ്ങനെ. എല്ലാവരും കൂടെ ആവേശത്തിന്റെ കൊടുമുടി. ഇതാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുരു, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു, നീ എപ്പോൾ ഇവിടെ വന്നു? കർത്താവിന്റെ മറുപടി കേൾക്കണോ? നേരെ തിരിഞ്ഞേച്ച് പറയുക, അപ്പം തിന്നാൻ വന്നല്ലേ? ഇത് തിന്നാ പിന്നെയും വിശക്കും കേട്ടോ, എന്നെ തിന്നണം. ഇതെന്ത് ഉപദേശം? ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് മോശ അപ്പം തന്നു. തർക്കമായി, വാദമായി, അവരെ അങ്ങ് ഹേർട്ട് ചെയ്ത് ഇവരൊക്കെ അങ്ങ് പിണങ്ങി എല്ലാവരും പിരിഞ്ഞുപോയി. ഈ ശിഷ്യന്മാർ മാത്രം ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക. ഇതെന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലത്തെ അവസ്ഥയല്ല ഇന്ന്. ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഷോക്ക് അടിച്ച് നിന്നപ്പോൾ കർത്താവ് അടുത്തെന്ന് ചോദിക്കുക, എന്നാ നിൽക്കുന്നേ, നിങ്ങൾക്കും പോയിക്കൂടെ? ഇവർ പറഞ്ഞൊരു മറുപടി കേൾക്കണോ? അപ്പം തിന്നാൻ ഒത്തിരി ഇടങ്ങളുണ്ട് കർത്താവേ, അത്ഭുതം കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നത് ഇവിടെ ഒന്നും കിട്ടാത്ത ഒന്നുണ്ട്. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഞാൻ ഇറങ്ങിത്തിരിച്ചത് ഭൗമിക നന്മകളുടെ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിൽ പോയി. കർത്താവിന് അതിൽ താല്പര്യമില്ല. ഞാൻ ഇറങ്ങിയത് അത്ഭുതം കാണാനാണെങ്കിൽ കർത്താവിന് അതിൽ ഒരു താല്പര്യവുമില്ല. അത്ഭുതങ്ങൾ ഇല്ലെന്നല്ല, പ്രാർത്ഥനയിൽ ചിലപ്പം ആ ഹൃദ്രോഗം സൗഖ്യമായേക്കാം, പക്ഷെ കിഡ്നി ഫെയിലിയർ ആവില്ലെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത പ്രാർത്ഥനയിൽ കിഡ്നി സൗഖ്യമായേക്കാം, പക്ഷെ വാദം പിടിക്കില്ലെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം ഇത് മണ്ണിൽ നിന്നെടുത്തതാകൊണ്ട് ഇതിൻ്റെ വീണ്ടെടുപ്പ് നടക്കാതിരിക്കുന്നിടത്തോളം കാലം രോഗമുണ്ട്, ക്ഷീണമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ ഈ മൺമയമായത് വിൺമയത്വത്തെ പ്രാപിക്കുന്ന ദിവസത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കുന്ന ഒരു ദിവസത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുള്ളിനെ ക്രൂശിൽ ഒടിച്ചു കളഞ്ഞത് കൊണ്ട് എനിക്ക് നിന്റെ മേൽ ജയമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ജീവിതം. കർത്താവ് പറഞ്ഞു വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. 20,000 പേര് വീട്ടിൽ പോയി, 10,000 പേര് ശേഷിച്ചു. അപ്പൊ ഗിദെയോൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവമേ, ഈ 10,000 പേരെ കൊണ്ട് ഞാനെന്തോ ചെയ്യും? 2-2.5 ലക്ഷം ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 10,000 പേരെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പറയുക, യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഞാൻ നിനക്ക് ഒരു ടെസ്റ്റ് ചെയ്തു തരാം.
ആ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഗ്രൂപ്പിനെ പരിചയപ്പെടാം. ഇന്നേ വരെ ഇവർക്കുണ്ടായിട്ടില്ലാത്തതുപോലത്തെ ഒരു ദാഹം അങ്ങോട്ട് കൊടുത്തു. ഇതുവരെ ഇതുപോലെ ദാഹം ഉണ്ടായിട്ടില്ല. ഈ 10,000 പേരെയും കൂടെ നേരെ ഒരു അരുവിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി. നാക്ക് ഇറങ്ങിപ്പോകുന്ന അത്ര ദാഹത്തില് ഈ 10,000 പേരും ഈ അരുവി കണ്ടതേ. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ ആ സൈഡിലോട്ട് മാറി ഒന്ന് ഒബ്സർവ് ചെയ്തോളാൻ പറഞ്ഞു. ഗിദെയോൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്നാണെന്നറിയാമോ? ഇതിനകത്തൊരു 9,700 ആളുകൾ, 9,700 പേര് ഈ വെള്ളം കണ്ടതേ. ഒരാൾ എന്ത് ചെയ്യുന്നറിയാവോ? ഹെൽമറ്റ് ഊരി വലിച്ചങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് ആ വാളെടുത്ത് ദൂരെ കളഞ്ഞു, പരിചയം ഇപ്പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു, പടച്ചട്ട് എറിഞ്ഞ് കളഞ്ഞു, കയ്യിൽ ഇതെല്ലാം കാലിലൊക്കെ അഴിച്ച് കളഞ്ഞു വെച്ച് ഓടിച്ചെന്ന് ആ വെള്ളത്തിലോട്ട് കുനിഞ്ഞ് തല ആ വെള്ളത്തിലോട്ട് ഇട്ട് ഒരു കുടിക്കല. 9,700 പേര്. ഇവരെ വിളിക്കേണ്ട പേരെന്നറിയാവോ? ദ സെൻസേഷണലിസ്റ്റ്. വെള്ളം കണ്ടതേ എല്ലാം മറന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, വിശ്വസ്തമായിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങും. തുടക്കം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പക്ഷെ പോകെ പോകെ ചിലതൊക്കെ കാണുമ്പോഴേക്കും വിശ്വാസവും പോയി, പ്രാർത്ഥനയും പോയി, ദൈവസ്ഥനിലുള്ള ആശ്രയത്വവും പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട് വെള്ളം കണ്ടതേ തല അതിനകത്തോട്ടിട്ടങ്ങ് ആസ്വദിക്കുന്ന ആൾക്കാര്. എസ്തേർ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടി, പാവം പിടിച്ച കൊച്ച്, എല്ലാമായിരുന്നു, നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അവൾക്ക് എന്തോ ആശ്രയമായിരുന്നു ദൈവത്തിൽ. ഇതെല്ലാം കഴിഞ്ഞ് രാജ്ഞിയായല്ലോ. രാജ്ഞിയായി കഴിഞ്ഞിട്ട് മൊർദെഖായി ചെന്ന് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, നീ രാജാവിനോട് സംസാരിക്കണം. ഇതൊരു ജനത്തെ മുഴുവനും ഇല്ലാതാക്കുന്ന ഒരു കാര്യമായി ഈ ഓർഡിനൻസ്, നീ ഒന്ന് സംസാരിക്കണം. എസ്തേറിന്റെ മറുപടി എന്നാ കേൾക്കണം? അതെ, നമുക്കങ്ങനെ ചുമ്മാ ഒന്ന് രാജാവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ പറ്റൂല, വിളിക്കണം. അപ്പൊ പൊൻചെങ്കോൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് നീട്ടിയില്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും. നീ ചെന്ന് പറ മൊർദെഖായിയോട്. ആരോടായി പറയുന്നത്? നീ കൊട്ടാരം കാണുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ കൊട്ടാരത്തിൽ സ്ഥിരതാമസമായ ആളാണ് ഈ മൊർദെഖായി. നിയമം പറയാൻ ചെന്നിരിക്കുക. മൊർദെഖായി ചുട്ട മറുപടി കൊടുത്തു. മൊർദെഖായി എന്നാ പറഞ്ഞറിയാവോ? നീ കൊട്ടാരത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അഥവാ നീ രക്ഷപ്പെട്ട് ഞങ്ങളെല്ലാം മരിച്ചു പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ദൈവം ഇടപെട്ടോളും. പക്ഷേ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഈ കാലഘട്ടത്തിന് വേണ്ടി അല്ലേ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചോദ്യമാ. ഈ ചോദ്യം അവളുടെ കണ്ണു തുറപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എല്ലാവരും ഉപവസിക്കുക, ഞാൻ ഉപവസിക്കും, രാജാവിൻ്റെ അടുക്കലേക്ക് ഞാൻ കയറി ചെല്ലും, എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്തെന്ന് ഞാൻ കണ്ടെത്തി. ജീവിതത്തിൻ്റെ നന്മകൾ കാണുമ്പോൾ ആത്മീയതയുടെ പടവുകളിൽ നിന്ന് വീണുപോകുന്ന അനവധി ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടവും ഉണ്ടായിരിക്കാം. തിരക്ക് കൂടുന്നതിനനുസരിച്ച് പ്രാർത്ഥന കുറയ്ക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരിക്കാം. എന്നാൽ നാം ആ കൂട്ടത്തിലാകരുത്. വെള്ളം കാണുമ്പോഴേക്കും പരിചയും വാളും വലിച്ചെറിയുന്ന കൂട്ടത്തിലാകരുത്. കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ചിലത് വഴിയരികെ വീണത് ആ വഴിക്ക് പോയി, ചിലത് പാറകളും ഇതെല്ലാം അതിൻ്റെ പാറകളുടെ ഇടയ്ക്ക് പോയത് അത് ആ വഴിക്ക് പോയി. പക്ഷെ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് 100, നമ്മൾ പറയുന്ന നേരെ തിരിച്ചാലേ 30, 60. ഒരു പാസ്റ്റർ പറഞ്ഞൊരു എക്സാമ്പിള്, ഒരപ്പച്ചൻ ഭയങ്കര കടഭാരവും പ്രശ്നവും, ഇപ്പോൾ സഭ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ എല്ലാവരും ചെന്നു. വീടിൻ്റെ വരാന്തയിലിരുന്ന് എല്ലാവരും കൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പാസ്റ്റർ ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, അപ്പച്ചൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക. 25, 26, 27. ഇതെന്നെ ഈ അപ്പച്ചൻ എണ്ണുന്നേ. പുള്ളി ഒന്ന് കുനിഞ്ഞ് നോക്കിയപ്പോൾ എന്നറിയാവോ? ദൈവമക്കളല്ല, അപ്പച്ചൻ്റെ കടം മാറാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പച്ചൻ മുറ്റത്തെ തെങ്ങിലെ തേങ്ങ എണ്ണുക. ഈ പാസ്റ്ററിന് ദേഷ്യവും സങ്കടവും. ഇത് ഇവിടെ ബാക്കിയുള്ളവൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പം ഇവിടെ ഇരിക്കുന്നയാൾ തേങ്ങ എണ്ണിക്കൊണ്ടിരിക്കും. ഇത് എന്നാ കർത്താവേ, ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് കർത്താവ് അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തു.
മോനെ അത് 30. എല്ലാവരും 100 ചിലർ 60, ചിലർ 30. ആ 30ന്റെ അളവിൽ നിന്ന് ഒരിച്ചിരി പോലും മുന്നോട്ട് പോകാൻ ഒരാഗ്രഹവുമില്ലാത്ത ആളുകളുണ്ട്. നാം അങ്ങനെ ആകരുതേ. വെള്ളം കാണുമ്പോ എല്ലാം മറക്കല്ലേ. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. നമുക്ക് വലുത് ദൈവത്തെ പ്രസാദിപ്പിക്കല. ഈ ജീവിതം കൊണ്ട് നിത്യത ഇമ്പാക്ട് ചെയ്യല. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്നാ ചെയ്തെന്നറിയാമോ? വെറും 300 പേരാ. ഇവര് വെള്ളം കണ്ടതേ എല്ലാം മറന്നൊന്നുമില്ല. ഇവര് പറഞ്ഞു വെള്ളം ദാഹം ഫൈൻ, പക്ഷെ ഞാൻ യുദ്ധത്തിന് വന്നതാ. വാളും പരിചയം വലിച്ചെറിഞ്ഞുകൊണ്ടൊന്നും വെള്ളം കുടിക്കാൻ ഞാൻ പോകത്തില്ല. അവര് മുട്ടിൽ നിന്നിട്ട് കൈകൊണ്ട് വെള്ളമെടുത്ത് ഇങ്ങനെ പതുക്കെ കുടിച്ചു. ഇവരുടെ പേര് ശേഷിപ്പ്. ദ റംനന്റ്, ദ ചൂസൺ റംനന്റ് ഓഫ് ഗാഡ്. 10 കന്യകമാരിൽ 5 പേർ വിളക്കിൽ എണ്ണ കരുതിയവർ. ഒരു കാലഘട്ടത്തിൻ്റെ റിവൈവലിനായി ദൈവം ഉപയോഗിച്ച പലരും ഈ റംനന്റിന്റെ ഭാഗമായിരുന്നു. അവർക്ക് വലുത് യുദ്ധമായിരുന്നു. അവർക്ക് വലുത് വിളിച്ചവനെ പ്രസാദിപ്പിക്കലായിരുന്നു. അവർക്ക് വലുത് ദൈവ ശബ്ദം കേൾക്കലായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ ജഡം തന്നെയല്ലോ. ഒരു കാലഘട്ടം മുഴുവനും ദൈവത്തോടും മറുതലിച്ച് ബാബേൽ ഗോപുരമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അകന്നു പോകുന്ന പശ്ചാത്തലം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒരു ജനത്തിന് മുഴുവനും തമ്പുരാന് വേണ്ടാത്ത ആ കാലഘട്ടത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാനോക്ക് തൻ്റെ ആയുസ്സിൽ 5-ാം അധ്യായത്തിൽ 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം 300 വർഷം ദൈവത്തിന്. മെഥൂശലഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരർത്ഥം, ഞാൻ ഒത്തിരി അർത്ഥം തപ്പി, അതിനകത്ത് ഒരർത്ഥം കണ്ടത് when he comes it will happen. ഒരു കൊച്ചിന് പേരിട്ടേക്കുന്ന മെഥൂശലഹ്. when he comes it will happen. ആര് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് യൂദായുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ ന്യായവിധിക്കായി ഇറങ്ങി വരുന്ന ദർശനം കണ്ടെന്ന്. ആ തലമുറയിൽ ആർക്കും ദർശനം കാണാൻ കണ്ണു തുറക്കാതിരുന്നപ്പോൾ, ഒരു തലമുറ മുഴുവനും പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ, സൃഷ്ടിതാവിനെ വിട്ടുപേക്ഷിച്ച് നടന്നപ്പോൾ, ഇതാ ഒരു ഭക്തന്റെ കണ്ണിൽ നിത്യതയുടെ ദർശനം ദൈവം പതിച്ചു. അവൻ പ്രവചനാത്മാവിൽ 1000 വിശുദ്ധന്മാരോടുകൂടെ മശിഹ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത് എസ്കേൽ കണ്ട, സെക്കറിയ പ്രവാചകൻ കണ്ട അതേ ദർശനം അന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് കണ്ടത്രേ. അന്ന് അവൻ തന്റെ മകന് പേരിട്ടു when he comes it will happen. അവൻ വരുമ്പോൾ അത് സംഭവിക്കും. ഇങ്ങനത്തെ ഒരു ദർശനം കിട്ടിയ വെള്ളം കണ്ടാലൊന്നും എല്ലാം മറന്നു പോകത്തില്ല. ഇങ്ങനത്തെ ദർശനം കിട്ടിയ ഭയവും ഭീരുത്വത്തിലും ജീവിക്കത്തില്ല. ഇങ്ങനെ ഒരു ദർശനം കിട്ടിയ അവൻ തമ്പുരാനോടൊപ്പം നടക്കും. അവനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ഈ തലമുറയുടെ നടുവില് ദൈവത്തിന് ഇതുപോലൊരു ശേഷിപ്പിനെ ആവശ്യമുണ്ട്. ഈ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, will you be part of the third group? ഇതുപോലെ ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടമായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ കമ്മിറ്റ്മെന്റ് അതാകട്ടെ. ഭയവും ഭീരുത്വവുമുള്ള 20,000 പേരുടെ കൂട്ടത്തിൽ ഞാനില്ല. വെള്ളം കാണുമ്പോൾ എല്ലാം മറക്കുന്ന 9,700 പേരുടെ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല. ആ 300 പേര് ജീവൻ ത്യജിച്ചുകൊണ്ട് പ്രാണപ്രിയനെ പ്രസാദിപ്പിക്കാൻ ജീവിതത്തിന്റെ സകലവും ത്യാഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ഫോക്കസ് ഉണ്ട്. ക്രൂശിതനായവനെ തന്നെ കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമുണ്ട്.
അങ്ങനെയുള്ള റെമനന്റ് ആകുവാൻ സ്വർഗീയ പിതാവിൻ്റെ കൃപ ദൈവം നമുക്ക് തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇന്ന് പകൽവേളയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ന്യൂനപക്ഷം മതി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ. വലിയൊരു കൂട്ടം ജനം നമ്മോടൊപ്പം ഇല്ലെങ്കിലും, ആര് നമ്മുടെ കൂടെ കൂടുവാനില്ലെങ്കിലും, നാം ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നമ്മെക്കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിക്കേണ്ടതാണ്. അനേകർക്ക് സാധ്യമാകുവാത്തത്, അനേകർക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത്. സ്തോത്രം. ലക്ഷക്കണക്കിന് സൈന്യത്തിന് മുമ്പാകെ 300 പേരെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ, ആ സൈന്യത്തെ മുഴുവൻ ഗിദെയോന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ അത്ഭുത ദിവസങ്ങൾ കാണും, ദൈവത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. സ്തോത്രം. അവൻ്റെ കൽപ്പന പ്രകാരം ഞാൻ മുന്നേറും, കൽപ്പന പ്രകാരം ഞാൻ നിലകൊള്ളും. അങ്ങനെ തീരുമാനത്തിന് എടുക്കുന്നവരുടെ മുമ്പാകെ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയം ഏറ്റവും ആസനം. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കേൾക്കപ്പെട്ടവതിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. തിരുമേശയിലെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ്. വളരെ ഭയത്തോടും ഭക്തിയോടും ഏകാഗ്രതയോടും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാൻ ഇടയാകട്ടെ. ശുശ്രൂഷ ഏറ്റവും നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. സ്തോത്രം. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായി നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ആ പങ്കപ്പാടുകൾ നമുക്കൊന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. സ്തോത്രം. ശരീരം മുഴുവൻ അടിച്ചു കീറപ്പെട്ടു. സ്തോത്രം. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും താൻ ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടു. തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നത് അത് ന്യായമല്ല. എന്നാൽ നമുക്ക് വേണ്ടി അവൻ ശിക്ഷിക്കപ്പെടുകയുണ്ടായി, നമുക്ക് വേണ്ടി അവൻ അടിക്കപ്പെടുകയുണ്ടായി, നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറി, നമുക്ക് വേണ്ടി അവൻ്റെ കൈകാലുകൾ ആണിക്കായി ഏൽപ്പിച്ചു കൊടുത്തു, നമുക്ക് വേണ്ടി തല മുൾക്കീരിടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, നമുക്ക് വേണ്ടി വിലാപ്പുറം കുത്തി തുറക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ, നരകത്തിൻ്റെ അടിമകളായിരുന്ന നമ്മെ, നരകത്തിന് അവകാശികളായിരുന്ന നമ്മെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിപ്പാനിടയാകട്ടെ. സഹോദരന്മാർ, മുമ്പോട്ട് കിടന്ന് നമുക്ക് ഹല്ലേലൂയ ഒരു പാട്ട് ചൊല്ലണം. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട കർത്താവിനെ നമുക്കൊന്ന് കാണാം. നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റ് ഗൊൽഗോഥ മലമുകൾ വരെ അപ്പച്ച പൈൻ മര കുരിശുമായി നടന്നു പോകും നമ്മുടെ കർത്താവിൻ്റെ ആ